വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LP-UP പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ പൊതുവെ PSC പരീക്ഷയ്ക്കും കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ചോദ്യം വരുമ്പോൾ പലപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കൺസെപ്റ്റാണ് സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ചുള്ളത്. ആരാണ് ഈ ഒരു പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു കേട്ടറിവ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള എന്ന് നമ്മൾ എഴുതിപ്പോവും. പക്ഷേ അത് തെറ്റാണ്. അപ്പോൾ ഇനി ഒരിക്കലും അത് തെറ്റാൻ പാടില്ല. ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പ്രതിവാര പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പത്രത്തെക്കുറിച്ച് നോക്കാനാണെങ്കിൽ 1905 ജനുവരി 19 ഈ ഒരു പത്രം ആരംഭിക്കുന്നത്. പിന്നീട് 1910 സെപ്റ്റംബർ 26 പത്രം എന്താണ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ പത്രം ബാൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട മറ്റൊരു വസ്തുതയാണ് എവിടെ നിന്നാണ് ഈ ഒരു പത്രം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കലാപമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് അത്ര എന്താണ് പുതുമയുള്ളൊരു സ്ഥലമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ് അഞ്ചുതെങ്ങ്. അപ്പോൾ ഇതിനെ നമുക്കൊരു കോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എത്ര വർഷം? 1905 ഈ 5 വെച്ചുകൊണ്ട് 1905 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അടുത്ത വരുന്ന എത്രയാണ്? 10. 1910 അവസാനിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാം. അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിലെത്തി അതും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യനൂടെ വന്നു കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് തെറ്റിപ്പോകാനായിട്ടുള്ള ഒരുപാട് ട്രാപ്പുകൾ വരും. അപ്പോൾ ആ കാര്യം പിടികിട്ടിയല്ലോ. ഇനിയും തെറ്റിപ്പോകുന്ന മറ്റൊരു കാര്യമാണ് ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? അവിടെയും നമ്മൾ രാമകൃഷ്ണപിള്ള എന്ന് എഴുതി പോയേക്കാം. അല്ല, CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ. രണ്ടാമത്തെ എഡിറ്ററായിട്ട് 1906 ജനുവരി 17 രാമകൃഷ്ണപിള്ള. ചിലപ്പോൾ K. രാമകൃഷ്ണപിള്ള എന്ന് കാണും. രണ്ടും ഒരു വ്യക്തി തന്നെയാണ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹം എന്നാണ് 1906 ജനുവരി 17 ഈ ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇന്ന് നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.